ബേസിക്സ് റോയൽ എൻഫീൽഡ്. ഇപ്പോൾ ബേസിക്സ് റോയൽ എൻഫീൽഡ് വന്ന സൈലൻസറിൻ്റെ എക്സോസ്റ്റ് പൈപ്പിന് വരുന്ന ഒരു എത്ര എത്ര പ്രൈസ് വരും എന്നുള്ളത് നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് പ്രത്യേക ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിന് ഈ ഒരു എക്സോസ്റ്റ് പൈപ്പിന് വില വരുന്നത് 27,000 രൂപേൻ്റെ അടുത്ത് വില വരുന്നുണ്ട്. ഈ എക്സോസ്റ്റ് പൈപ്പ് ബാക്കിലേക്കുള്ള ഒരു പൈപ്പിന് മാത്രം. ഇതിൻ്റെ ബെൻഡിന് വരുന്നത് 11 സംതിങ്, രണ്ടും കൂടെ ഒരു 37,000 രൂപ വില വരും. അതിനെന്ത് ഡാമേജ് പറ്റിയാലും ഇനി ഫിൽറ്റർ പോയാലും തുരുമ്പിടിച്ച് പൊട്ടിപ്പോയാലും ആ റേറ്റ് വരും കേട്ടോ. നല്ലോണം ശ്രദ്ധിക്കുക. നേരെ മറിച്ച് നമ്മൾ BS3, ഇത് BS3 വാഹനമാണ്. ഈ BS3യിലേക്ക് പോകുമ്പോൾ നമ്മൾ അത്ര ഒരു 3,700 ആ ഒരു റേഞ്ചിൽ മാത്രമേ വരുന്നുള്ളൂ. അത് നമുക്ക് താങ്ങാവുന്ന വില മാത്രമേ ഉള്ളൂ. മാറ്റി വെക്കാം. വലിയൊരു ബുദ്ധിമുട്ടുള്ള കാരണം ഇപ്പോൾ ഒറിജിനൽ സൈലൻസർ ഉപയോഗിച്ച് മാത്രം വണ്ടി ഓടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇത്രയും പ്രത്യേകിച്ച് പറയാനുള്ള കാരണം കേട്ടോ. അത് BS4ലേക്ക് പോകുമ്പോൾ നമുക്ക് 4,900 നമുക്ക് ചെയ്യാൻ പറ്റും. 4,900 എക്സോസ്റ്റ് പൈപ്പിന് വരുന്നത്. തുരുമ്പിടിച്ച് ഓളായാലും ഒരു താങ്ങാവുന്ന വില. അതായത് ഒരു ഫൈൻ അടക്കുന്ന പൈസ. പോലീസ് കൈ കാണിച്ച് പിടിച്ച് 5,000 രൂപയാണ് ഫൈന്. 5,000 രൂപയാണ് സൈലൻസറിന് ഒറിജിനലുള്ളത്. അതുകൊണ്ട് ഒറിജിനൽ സൈലൻസർ മാറ്റിയിട്ട് പിന്നെ എന്തെങ്കിലും ആഫ്റ്റർ മാർക്കറ്റ് സൈലൻസർ വെക്കുന്ന സൈലൻസർ എന്തിപ്പോൾ നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സൈലൻസർ നല്ലോണം കെയർ ചെയ്യുക. ഇത് BS4 2017 ശേഷം വരുന്ന വണ്ടിയാണ്. ഇതാണ് ക്യാൻസർ പർജുവാലുള്ള ടൈപ്പാണ് BS4 വരുന്നത്. ഫസ്റ്റ് വന്നിട്ടുള്ളത്. പിന്നെയാണ് BS6 വന്നത്. അപ്പോൾ ആ ഒരു സൈലൻസറിന് നമ്മൾ നല്ലോണം കെയർ കൊടുത്ത് കൊണ്ടെടുക്കാൻ ശ്രമിക്കുക. അതായത് അടിയിൽ വരയ്ക്കാതെയോ തട്ടാതെയോ, അത് സ്ക്രാച്ച് അല്ല, തട്ടി ഹോൾ വല്ല വീഴാതെയോ അല്ലെ മഴവെള്ളം മയത്ത് കുറേ നിർത്തിയിട്ടിട്ട് തുരുമ്പിടിക്കാതെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ല ഒരു സാമ്പത്തിക ലാഭം ഭാവിയിൽ ഉണ്ടാവും.